നമസ്തേ. വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാഭാരതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളിലൊന്നായ ദ്രൗപദി എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ. ജനനം കൊണ്ടും ജീവിതം കൊണ്ടും വ്യത്യസ്തയായ കഥാപാത്രമാണ് ദ്രുപദ രാജാവിൻ്റെ മകളായി അഗ്നിയിൽ പിറന്ന ദ്രൗപദി. കൃഷ്ണ എന്ന യഥാർത്ഥ പേര്. പാഞ്ചാല രാജപുത്രി ആയതുകൊണ്ട് പാഞ്ചാലി എന്നും, പൃഷതിയുടെ മകളാകയാൽ പാർഷതി എന്നും, ദ്രുപദകുമാരിയാകയാൽ ദ്രൗപദി എന്നും പേരുണ്ട്. പുരൂരവസ്, നഹൂഷൻ, യായതി എന്നീ പ്രസിദ്ധ രാജാക്കന്മാരുടെ കുലത്തിലാണ് ദ്രൗപദിയും ജനിച്ചത്. രാജകുമാരനായ ദ്രുപദനും ദരിദ്ര ബ്രാഹ്മണ കുമാരനായ ദ്രോണരും സഹപാഠികളായിരുന്നു. ദ്രുപദൻ പഠനകാലത്ത് ചില സഹായ വാഗ്ദാനങ്ങൾ ദ്രോണർക്ക് നൽകി. പഠനശേഷം ഈ സഹായം ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ പരിഹസിച്ചു വിട്ടു. ഇത് ദ്രോണർക്ക് ദ്രുപദനോട് വിദ്വേഷമുണ്ടാക്കി. യാജൻ, ഉപയാജൻ എന്നീ സഹോദര ഋഷിമാരെ കൊണ്ട് നടത്തിയ പുത്രകാമേഷ്ടിയുടെ അഗ്നിയിൽ നിന്നാണ് ധൃഷ്ടദ്യുമ്നൻ എന്ന പുത്രനും കൃഷ്ണ എന്ന പുത്രിയും ദ്രുപദന് പിറന്നത്. കൃഷ്ണയെ അർജുനനെ കൊണ്ട് വിവാഹം കഴിക്കണമെന്ന് ദ്രുപദൻ ആദ്യമേ നിശ്ചയിച്ചിരുന്നു. അരക്കില്ലം കത്തി പാണ്ഡവരെ കാണാനില്ല എന്ന വാർത്ത പരന്നപ്പോൾ അർജുനനെ കണ്ടെത്താനാണ് വാസ്തവത്തിൽ ദ്രുപദൻ പാഞ്ചാലി സ്വയംവരത്തിന് കടുത്ത അസ്ത്രപരീക്ഷകൾ ഏർപ്പെടുത്തിയത്. കൃഷ്ണ ശബ്ദത്തിന് ഇരുണ്ട നിറം ഉള്ളത് എന്നാണ് അർത്ഥമെങ്കിലും ആകർഷത്വവും തേജസ്സും ധൈര്യവും നിറഞ്ഞവളായിരുന്നു ദ്രൗപദി. അവൾ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികൾ സാധാരണ സ്ത്രീകൾക്ക് താങ്ങാൻ പറ്റുന്നവയായിരുന്നില്ല. ഏകചക്രയിൽ താമസിക്കുന്ന കാലത്താണ് പാഞ്ചാലി സ്വയംവരത്തിൽ പാണ്ഡവർ പങ്കെടുത്തത്. അസ്ത്രപരീക്ഷയിൽ വിജയിച്ച അർജുനൻ ദ്രൗപദിയുമൊത്ത് ഏകചക്രയിലെ താമസ സ്ഥലത്ത് ഇതര പാണ്ഡവരോടൊപ്പം എത്തിയപ്പോൾ ഇന്ന് കിട്ടിയ ഭിക്ഷ 5 പേരും കൂടി പങ്കിട്ടെടുക്കുക എന്ന മാതൃവാക്യമാണ് അവരെ എതിരേറ്റത്. അങ്ങനെ അർജുനപത്നി ആവേണ്ടിയിരുന്ന പാഞ്ചാലി പഞ്ചപാണ്ഡവരുടെയും ധർമ്മപത്നിയായി മാറി. മയൻ പാണ്ഡവർക്കായി നിർമ്മിച്ച ഇന്ദ്രപ്രസ്ഥം കാണാൻ എത്തിയ ദുര്യോധനൻ സ്ഥലജല വിഭ്രമത്തിൽപ്പെട്ട് ഇളഭ്യനായി. ഇതു കണ്ട പാഞ്ചാലിയുടെ പരിഹാസച്ചിരിയിൽ ദുര്യോധനൻ്റെ മനസ്സിലെ വിദ്വേഷം ആളിക്കത്തി. പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൻ്റെയും മഹാഭാരത യുദ്ധത്തിൻ്റെ ആദ്യ സ്ഫുലിംഗങ്ങൾ ഉയർന്നത് ഇവിടെ നിന്നാണ്. പാഞ്ചാലി എത്രയെത്ര സന്ദർഭങ്ങളിലാണ് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയത്. കാമിക വനത്തിൽ ഭഗസഹോദരനായ കിർമീരൻ ദ്രൗപദിക്കു നേരെ പാഞ്ഞെടുത്തപ്പോൾ ഭീമനാണ് രക്ഷകനായത്. അർജുനൻ ഒരു വർഷത്തെ തീർത്ഥയാത്രയ്ക്ക് പോയപ്പോൾ പാണ്ഡവർ ബദിരാകാശ്രമത്തിലാണ് കഴിഞ്ഞത്. അവിടെ വെച്ച് ജടാസുരൻ പാഞ്ചാലിയെ അപഹരിച്ചു. വനവാസക്കാലത്ത് ദുശ്ശളയുടെ ഭർത്താവായ ജയദ്രഥൻ പാഞ്ചാലിയെ അപഹരിച്ചു കൊണ്ടുപോയി. വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിൽ വേഷപ്രജ്ഞരായി പാണ്ഡവരും പാഞ്ചാലിയും കഴിയുമ്പോഴായിരുന്നു കീചകൻ്റെ ശല്യം. അപ്പോഴും ഭീമൻ രക്ഷകനായി. ആരെയും ആകർഷിക്കുന്ന രൂപസൗന്ദര്യത്താലും പാഞ്ചാലിക്ക് ഇത്രയധികം അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നത്. പാഞ്ചാലി പാണ്ഡവരുടെ സ്വന്തമായത് ദുര്യോധനൻ, കർണൻ തുടങ്ങി ഒട്ടേറെ പേർക്ക് വിദ്വേഷം ഉണ്ടാക്കി. പാഞ്ചാലിയോട് മോശമായി ഇവർ പെരുമാറാൻ അതും ഒരു കാരണമായി. മഹാഭാരത യുദ്ധത്തിനു മുൻപ് ശ്രീകൃഷ്ണൻ ദൂതിനു പോകാൻ തയ്യാറായപ്പോൾ ഭീമൻ്റെ പ്രതിജ്ഞയെപ്പറ്റി ഓർമ്മിപ്പിച്ച് യുദ്ധം നടക്കാനും കൗരവരെ തോൽപ്പിക്കാനുമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ധൈര്യപൂർവം പാഞ്ചാലി പറഞ്ഞു. തന്നെ ദ്രോഹിച്ചവരോട് ഒരുതരത്തിലും ക്ഷമിക്കാൻ പാഞ്ചാലി തയ്യാറായിരുന്നില്ല.
പ്രാതിവിന്ധ്യൻ, ശ്രുതസോമൻ, ശ്രുതകീർത്തി, ശതാനീകൻ, ശ്രുതകർമാവ് എന്നിവരാണ് പാഞ്ചാലിയുടെ മക്കൾ. ഇവർ 5 പേരും അതിദാരുണമായി മഹാഭാരത യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. മക്കളുടെ മരണത്തിലും തളരാതിരുന്ന പാഞ്ചാലി ഒരിക്കൽ മാത്രമാണ് പാഞ്ചാലി തളർന്നു വീഴുന്നത്. അഭിമന്യുവിൻ്റെ ദുരന്തമറിഞ്ഞ് സുഭദ്രയെ ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോഴായിരുന്നു അത്. അവർണ്ണനീയമായ മാനസിക ബലം ഉണ്ടായിരുന്നിട്ടും 16കാരനായ അഭിമന്യുവിൻ്റെ മരണം അത്രമേൽ പാഞ്ചാലിയെ ഉലച്ചു. യുദ്ധാനന്തരം യുധിഷ്ഠിരനെ രാജ്യഭാരം ഏൽക്കാൻ പ്രേരിപ്പിച്ചതും പാഞ്ചാലിയാണ്. ഒടുവിൽ അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷത്തിനെ രാജ്യഭാരം ഏൽപ്പിച്ച് പാഞ്ചാലി പാണ്ഡവരോടൊപ്പം മഹാപ്രസ്ഥാനത്തിന് തിരിച്ചു. മഹാമേരു പാർശ്വത്തിൽ ആദ്യം വീണതും പാഞ്ചാലിയായിരുന്നു. ഇത്രമാത്രം വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങിയ മറ്റൊരു സ്ത്രീ കഥാപാത്രവും മഹാഭാരതത്തിൽ ഇല്ല. മായാസീത, നാളായണി എന്ന ഇന്ദ്രസേന എന്നിവരുടെ പുനർജന്മമാണ് പാഞ്ചാലിയെന്ന് അറിയപ്പെടുന്നു. ഭർത്താവായ മൗദ്ഗല്യ മഹർഷി ശപിച്ചതിനനുസരിച്ച് നാളായണി പാഞ്ചാലിയായി പുനർജന്മം എടുത്തുവെന്നും മായാസീത ശ്രീരാമൻ്റെയും അഗ്നിദേവൻ്റെയും അനുഗ്രഹത്താൽ സ്വർഗലക്ഷ്മിയായി തീർന്ന് ശിവനോട് ഭർത്താവിനെ തരിക എന്ന 5 പ്രാവശ്യം ചോദിച്ചതുകൊണ്ട് 5 ഭർത്താക്കന്മാർ ഉണ്ടായി എന്നും 2 കഥകളുണ്ട്. മായാസീത അഗ്നിസൃഷ്ടയാണ്. പാഞ്ചാലിയും അഗ്നിയിൽ നിന്ന് പിറന്നവളാണ്. ദുരന്തങ്ങൾ വേട്ടയാടിയ ദ്രൗപദിയെക്കുറിച്ചുള്ള ചെറിയൊരു അറിവുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.